ധ്യാനത്തിനായി ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 18-ാം അധ്യായം 33-ാം വാക്യം. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു. ഇന്ന് നാം വായിച്ച ഭാഗത്ത് സന്തോഷത്തിൻ്റെ ഒരു ശബ്ദമായിരുന്നില്ല. ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെടാത്ത ധീരനായ ഇടയ ബാലൻ ദാവീദ് രാജാവായ ശേഷം നടുങ്ങിപ്പോയി എന്നാണ്. തൻ്റെ മകൻ്റെ വളരെയധികം ഇഗ്നോബിളായ, യാതൊരു തരത്തിലൊരാശ്വാസം കണ്ടെത്താൻ സാധിക്കാത്ത മരണമാണ്. ആ മരണത്തിൽ തീവ്ര ദുഃഖിതനായിരിക്കുന്ന പിതാവിനെ നാം കാണുന്നു. ഈ ലോകത്തിൽ വളരെയധികം അത്തരത്തിലുള്ള മാതാപിതാക്കളുണ്ട്. ആദ്യമായി അവരെ ചിലരെ മുമ്പിൽ അണിനിരത്തുന്നു എക്സാമ്പിൾസായി. ഈ ധ്യാനം വിശേഷിച്ച് സവിശേഷമായി മാതാപിതാക്കൾക്കും യുവജനങ്ങൾക്കുമായിട്ടുള്ളതാണ്. ഒരുമിച്ച് ഈ ധ്യാനം പങ്കിടാൻ ആദ്യം വരുന്നയാൾ ഈ രാജാവ് തന്നെയാണ്. വളരെയധികം ഉച്ചത്തിൽ വളരെ സംഭീതനായി കരയുന്നതായ ഭാഗം. 5 പ്രാവശ്യം എൻ്റെ മകനെ എന്ന ഒറ്റ വാക്യത്തിലുണ്ട്. 3 പ്രാവശ്യം തൻ്റെ മകൻ്റെ പേര് എടുത്തു പറയും. വിലാപമാണ്. തോരാത്ത കണ്ണുനീരും തീരാത്ത ദുഃഖവുമാണ്. എന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും ചങ്ക് ഉലയ്ക്കുന്ന തരത്തിൽ കരഞ്ഞത് ദാവീദ് പുത്രനാണ്. ആകാശത്തും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ് ഏലോയി ഏലോയി ലമ്മ ശബക്താനി എന്ന ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് നാം വായിക്കുന്നു. ദൈവമേ, നിൻ്റെ മനസ്സായിരുന്നു എൻ്റെ വാക്ക്, നിൻ്റെ വാക്കായിരുന്നു കർമ്മമായി ഈ ഭൂമിയിൽ എൻ്റെ കർമ്മമായി വീണതെല്ലാം. എങ്കിലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ തലയോടത്തിൽ മുങ്ങിച്ചാകുന്നവന് വൈക്കോൽ തുരുമ്പെങ്കിലും കാണും, അതുപോലെ അവശേഷിപ്പിക്കാതെ ഏകനായി എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന കരയുന്നതായ കർത്താവ്. 3-ാമതായി യാക്കോബിനെ, ഗോത്രപിതാവിനെ കാണാം. കുഞ്ഞുങ്ങളെ നോക്കി പറയുന്നു, എൻ്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ കുഴിയിലിറക്കുന്ന മട്ടാണ് കാണുന്നത്. അടുത്തത് മറ്റൊരു മതത്തിലെ ആളാണ്. അവരുടെ വേദഗ്രന്ഥത്തിൽ ദശരഥനെ കാണാം. ദശരഥൻ രാജാവ് നായാട്ടിന് പോയതാണ്. മൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് അവിടേക്ക് അമ്പയച്ചു. ചെന്ന് കൊണ്ടത് മുനിരാജാവ്, മുനികുമാരൻ വെള്ളം കോരാൻ വന്നതാണ്. വെള്ളം കോരുന്ന ശബ്ദമാണ് കേട്ടതെങ്കിലും തെറ്റിദ്ധരിച്ചു പോയി. ആ അമ്പിനാൽ മുനികുമാരൻ മരിക്കുന്നു. ആ മുനികുമാരൻ്റെ മാതാപിതാക്കൾ ഇരുവരും അന്ധരായിരുന്നു. ആ അന്ധനായ പിതാവ് ഇങ്ങനെ ശപിച്ചു, ആരുടെ അമ്പാൽ എൻ്റെ മകൻ മരിച്ചു, ആള് പുത്രദുഃഖത്താൽ മരിക്കും. ദശരഥൻ പുത്രദുഃഖത്താൽ മരിച്ചയാളാണ്. എന്നാൽ ഈ ലോകത്തിൽ പുത്രദുഃഖത്താൽ മാത്രമല്ല, പുത്രീ ദുഃഖത്താലും മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. മുഗൾ രാജവംശത്തിൻ്റെ കഥ വളരെയധികം പിണക്കങ്ങളുടെയൊക്കെ കഥയാണെങ്കിലും അവിടെയും ഒരു രചിതരേഖ കാണാം. ബാബർ തൻ്റെ കുഞ്ഞ് ഹുമയൂൺ പനി പിടിച്ചപ്പോൾ കൊട്ടാര വൈദ്യനെ വരുത്തി. വൈദ്യൻ പറഞ്ഞു, അടുത്ത പ്രഭാതം ഈ കുട്ടി കാണില്ല. ബാബർ ആ പിതാവ് വലം വയ്ക്കുന്നു. ഏലോയ് എന്ന സ്ഥാനത്ത് അള്ള എന്ന് ചേഞ്ച് ചെയ്യുന്നത് മാത്രം. എൻ്റെ അള്ള എൻ്റെ ജീവനെ എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ മടക്കി തരും. ഒരു സ്വപ്നത്തിൽ ഉണരുന്നത് പോലെ ആ കുട്ടി ഉണരുന്ന സംഭവം. ഏറ്റവും ഒടുവിൽ അടുത്തുള്ള ദേശമാണ് ആലപ്പുഴ. ഏതാണ്ട് 1 വർഷത്തോളമായില്ലേ രാഹുൽ അന്തർധാനം ചെയ്തിട്ട്. മാതാപിതാക്കളുടെ കണ്ണുകൾ തോർന്നിട്ടില്ല.
അവരെന്ത് പറഞ്ഞ് കരയുന്നു എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നിന്നോടൊത്ത് ജീവിച്ച ഓർമ്മകൾ മാത്രം ബാക്കി, ജീവിച്ചു മതിവരാതെ, സ്നേഹിച്ചു മതിവരാതെ 7-ാം വയസ്സിൽ കാറ്റിൽ പറന്നുപോയ ഞങ്ങളുടെ പൊന്നുമകൻ രാഹുൽ. കുട്ടിയുടെ അന്തർധാനത്തെക്കുറിച്ച് മാത്രം അറിയാം. ജീവനോടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദുഃഖ പശ്ചാത്തലത്തിൽ അണിനിരന്നതെല്ലാം പിതാക്കളാണ്. മറുവശത്ത് ഇതാ അണിനിരക്കുന്നു ആരുടെ ദുഃഖത്താൽ, ആരുടെ പ്രവൃത്തി ദോഷത്തിൻ്റെ ദുഃഖത്താൽ ഈ മാതാപിതാക്കൾ ദുഃഖിതരാകുന്നു, ആ പുത്രന്മാർ അണിനിരക്കുന്നു.